സ്പാക്കോയുടെ കാർബറേറ്റർ യൂണിക്കോണിന് അല്ല ഏത് വണ്ടി കയറ്റുവാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം. ഈ യൂണിക്കോണിൻ്റെ കാർബറേറ്റർ സ്പാക്കോയുടെ ശരിക്കും പറയാം BS4-നും BS3 എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. അത് എന്നാണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് ഞാൻ 2 കാർബറേറ്റർ എടുത്ത് വെച്ചിട്ട് ഞാനത് സെപ്പറേറ്റ് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ BS4-ൻ്റെ കാർബറേറ്റർ എടുത്തത്. BS4-നും BS3 എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് പൈസയുടെ വ്യത്യാസമുണ്ട്. കാർബറേറ്റർ മേടിക്കുമ്പോൾ അകത്ത് ഇങ്ങനെ ഷീറ്റ് കിട്ടും. ഈ ഷീറ്റിനകത്ത് ഏതൊക്കെ കാർബറേറ്റർ ഏതൊക്കെ മോഡലിലുള്ളതെന്ന് കൃത്യമായിട്ട് ഇതിനകത്തുണ്ട്. ഇത് വേണമെങ്കിൽ ഞാനൊന്ന് പോസ്റ്റ് ആയിട്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് നോക്കി സൂം ചെയ്ത് നിങ്ങളുടെ വണ്ടിക്ക് ഏതാ സ്യൂട്ടാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി അല്ലെങ്കിൽ അത് സ്പാക്കോടെ സൈറ്റിൽ കയറി നോക്കി അതിനകത്ത് ഇത് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാർബറേറ്റർ മേടിക്കുമ്പോൾ നമുക്ക് അതിന് ആക്സിലേറ്റർ കേബിൾ സ്ലൈഡ് വരുന്ന കാർബറേറ്റർ ആയതുകൊണ്ട് അതിന് ചേരുന്ന കേബിളും നീണ്ട അവർ കൂടെ തന്നിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കേബിൾ ഏറ്റവും ഫൈനൽ ക്വാളിറ്റി ഇട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ച് ത്രോട്ടിൽ ഫ്രീ പ്ലേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അധികം പ്ലേ കിട്ടുന്ന രീതിയിൽ ഈ കാർബറേറ്ററിൻ്റെ ഈ ആക്സിലേറ്റർ കേബിളിന് സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ കൃത്യം കണക്കാലേ നിൽക്കത്തുള്ളൂ. പിന്നെ ഈ കേബിൾ ഞാൻ റൂട്ട് ചെയ്ത് വിട്ടേക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നും ശരിക്കും അത് ഇങ്ങനെ റൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്ലേ കിട്ടാത്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഈ ഒരു സംഭവം വന്നേക്കുന്നത് കുറച്ചൊരു ചെരിവിൽ നിൽക്കുന്നതുകൊണ്ട് അതിന് ഏറ്റവും കേബിളിൽ മൂവ് ചെയ്യാൻ സ്മൂത്തായ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തപ്പം ഇങ്ങനെയാണ് ഞാൻ റൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് പ്ലേ അധികം ഇല്ല, കൃത്യത്തല്ല നിൽക്കുന്നത്. ഈ ചോക്കിൻ്റെ കേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ചോക്കിൻ്റെ കേബിൾ വരുന്നില്ല. യൂണിക്കോണിന് വരുന്ന അതേ ചോക്ക് കേബിൾ എടുത്ത് മറ്റേ കാർബറേറ്ററിന് ഉപയോഗിക്കുന്ന അതേ ചോക്ക് കേബിൾ എടുത്ത് ഇടാൻ നോക്കിയപ്പം അകത്തെ കേബിളിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്. കേബിളിന് നീളം കൂടുതലായതുകൊണ്ട് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഇടണമെങ്കിൽ വല്ല അഡാപ്റ്റർ വല്ലതും ലേത്തി കൊടുത്ത് ഉണ്ടാക്കിയിട്ട് വേണം ഇടാൻ. അപ്പോൾ ഞാൻ കാണിച്ച് വെച്ചാൽ അതിനുവേണ്ടി ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ചോക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പം ഈ സാധനത്തെ പിടിച്ചിങ്ങനെ വലിച്ചാൽ മതി. ഇതേ പിടിച്ചിങ്ങനെ വലിച്ചാൽ ചോക്ക് ഓണാവും.